നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളം മുഴുവൻ കോരി 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 തീർക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അതൊന്നുമല്ല, ഒരു ബക്കറ്റ് വെള്ളത്തിൻ്റെ ആവശ്യം എനിക്കുള്ളൂ. എനിക്കൊന്ന് നല്ല ഷാമ്പൂ ഇട്ടിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്താണ് തല കഴുകാറ്. അതായത് കിണറ്റിലെ വെള്ളത്തിനാണ് തല കഴുകാറ്. നമുക്ക് അല്ലാതെ ടാങ്കി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പിലെ വെള്ളമാണ്. അതുകൊണ്ട് ഞാൻ ആ വെള്ളത്തിൽ തല കഴുകാറില്ല. അങ്ങനെ ഞാൻ തല കഴുകി കഴിഞ്ഞ് നേരെ കുളിക്കാനുള്ള പരിപാടിയാണ്. ഇത് കഴിഞ്ഞ് നമുക്കൊരു പരിപാടി ഉണ്ട് കേട്ടോ മക്കളെ. ഞാൻ നേരെ പോയി ഒന്ന് കുളിച്ച് റെഡിയായി വരികയാണ്. അതിനുശേഷം തലയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഞാൻ സിന്ദൂരൊക്കെ വാരി കോരി തൂത്ത് ഞാനൊരു പാവാടി എടുത്തിട്ടു കേട്ടോ. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ റെഡി ആവുന്നത്. ഒരു ബാഗ് എടുത്ത് ബാഗിനകത്ത് ഞാൻ എൻ്റെ ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടുങ്കുടിനെ റെഡിയാക്കാൻ. ടുങ്കുടിന് ദേ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു. അവനത് കഴിഞ്ഞാൽ പിന്നെ ക്ഷമയില്ല. അതായത് ഉടുപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അവനവിടെ നിൽക്കത്തില്ല. ഞാൻ വരുന്നില്ല എന്ന് കണ്ടത് അവന് വേഗം ചെരുപ്പിട്ട് വേഗം ഇറങ്ങി തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ അവനെ എടുത്തൊരു കുട എടുത്തുകൊണ്ട് ഞാൻ പോകാൻ തുടങ്ങി. കുട എടുത്തത് മഹാഭാഗ്യമെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഒടുക്കത്തെ വെയിലായിരുന്നു. ഞാനും ടുങ്കുടും കൂടെ കുടയൊക്കെ ചൂടി ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ അംഗൻവാടിയാണ്. അംഗൻവാടിയിൽ എത്തിയത് ടുങ്കുടിൻ്റെ ചേച്ചിമാരെയൊക്കെ കിട്ടി. അവരെ കൂടെ കുറേ നേരം കളിച്ചു ചെയ്തിട്ട് അംഗൻവാടി ടീച്ചറാണെന്നുണ്ടെങ്കിൽ എടുത്ത് അതേ അവനെ ഇതേപോലെ കായംകുളം കൊച്ചിനേട്ടനെ തൂക്കിയിടുന്ന പോലെ തൂക്കിയിട്ട് നാട്ടുമൊക്കെ ചെയ്ത് തന്നിട്ട് അവനെ കസേരയിലേക്ക് ഇരുത്തി ഞങ്ങൾ അന്നത്തെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം പൊടിയൊക്കെ വാങ്ങി ഞങ്ങൾ നടന്ന് പോവുകയാണ്. അവൻ നടക്കുന്നുണ്ട് രക്ഷപ്പെട്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവനൊക്കത്ത് ചാടിക്കറി വെയിലായതുകൊണ്ട് ഞാൻ മടുത്തു. വന്ന് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് ടുങ്കുടു ദേ മാങ്ങ പറിക്കുകയാണ്. മേമ വന്നിട്ടുണ്ടായിരുന്നു. മേമേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര വലിയ മാങ്ങ പറിക്കൽ അവൻ നടത്തുന്നത്. അതിനുശേഷം രാത്രി സമയമാവാറായപ്പോഴത്തേക്കും വേഗം ചടപട സബോളയൊക്കെ എരിഞ്ഞ് മേമയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിനിടയ്ക്ക് ഉള്ളിയൊക്കെ പൊളിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ സബോളയൊക്കെ കൂടെ വഴറ്റി ഇതേ കൊണ്ടുപോയിട്ട് പുറത്തെ അടുപ്പിൽ കൊണ്ടുപോയിട്ട് ചിക്കൻ വഴറ്റി ചിക്കനകത്തോട്ട് എന്തൊക്കെയോ ചെയ്ത് ചിക്കൻ കറി ഞങ്ങൾ റെഡിയാക്കി കേട്ടോ. അങ്ങനെ ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ച് അത് എടുത്തുകൊണ്ട് അടുക്കളയിലോട്ട് പോയി. അപ്പോഴത്തേക്ക് സമയം 8 മണിയായി. ഉണ്ണേട്ടൻ വരേണ്ട സമയമായിട്ടോ. ഉണ്ണേട്ടൻ വന്നത് ബ്രെഡ് മേടിക്കാൻ വേണ്ടി കടയിൽ പോയപ്പോഴത്തേക്കും ഞാനും കൂടെ ചാടിക്കറി ഞങ്ങൾ പോയി ബ്രെഡ് മേടിച്ച് തിരിച്ചു വന്നു. ബ്രെഡൊക്കെ കഴിച്ച് രാത്രി ആയപ്പോഴത്തേക്കും ടുങ്കുടു പെട്ടെന്ന് തന്നെ ചാച്ചി ഉറങ്ങിയിട്ടോ. ഉറങ്ങിയത് അവനെ കൊണ്ട് കിടത്തി. ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയോ പോയി. എനിക്ക് ഒന്നിനും നേരം കിട്ടിയില്ല. എല്ലാം തിരക്കായിരുന്നു. ഓക്കെ, ബൈ ബൈ.